ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവിച്ച്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. ഇന്ന് 16-ാം തീയതി ആണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. പടം റിലീസിന് തന്നെ കണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പൊതുവുള്ള ശൈലിയാണ് പടം തുടങ്ങുന്നതിനും, അതായത് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ സിനിമയുടെ ടൈറ്റിൽ കാർഡ് എടുക്കുക എന്നുള്ളത്. നമുക്ക് വളരെ അൺഎക്സ്പെക്റ്റഡായി ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ വന്നത് കാരണം ടൈറ്റിൽ കാർഡ് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പകരം ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് തുടക്കം കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അധികം വൈപ്പിക്കാതെ, ഞാൻ ഭയങ്കര കൊണേഡിയാണ്, റിവ്യൂ നേരത്തെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പോൾ നേരെ റിവ്യൂലോട്ട് കിടക്കാം. സിനിമേനെ പറ്റി കുറച്ച് പോസിറ്റീവ്സ് പറയാം. ടെക്നിക്കൽ സൈഡ്സ് വാസ് അമേസിങ്. ഇതിൻ്റെ കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, ബാക്കി ഫൈറ്റ് സീൻസ് കുറച്ച് ഒരു ഫൈറ്റ് ഞാൻ കണ്ടുള്ളൂ, പക്ഷേ അതൊക്കെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ തൃശ്ശൂരുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പോലത്തെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ടെക്നിക്കൽ സൈഡും സ്ക്രിപ്റ്റ് ഒക്കെ അടിപൊളിയാണ്. ബട്ട് പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടം ജസ്റ്റ് ഒരു ഓക്കെ ലെവൽ ഉള്ളൂ. നമ്മൾ അൻവർ റഷീദിൻ്റെ പ്രൊഡക്ഷനിൽ വരുമ്പോൾ ആൾ കണ്ണുമുട്ടി ഒരു സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ ബേസിൽ ജോസഫിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി ആ ഒരു കാര്യം ഈ സിനിമ നിലനിർത്തുന്നുണ്ട്. ബേസിൽ ജോസഫിൻ്റെ പടമായ കാരണം നമുക്ക് കണ്ടിരിക്കാം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ഇതിലും പോണ കാരണം പിന്നെ ഇത് അത്ര പ്രഡിക്റ്റബിളും അല്ല. എന്നാലും ഈ സിനിമ നമ്മളത്രയ്ക്ക് എന്നെ പൊതുവെ അങ്ങോട്ട് അത്രയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചില്ല എന്നാണ് ഒരിത്. എന്നാലും കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയാണ് പ്രാവിൻകൂട് ഷാപ്പ്. അവരെ എന്ത് തേങ്ങയാണ് നീ പറയണതെന്ന് തോന്നുമെങ്കിലും അങ്ങനെയാണ് ഈ സിനിമയുടെ റിവ്യൂ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം എനിക്കറിയത്തില്ല. ബിക്കോസ് ഈ സിനിമ നല്ലൊരു സിനിമയാണ്, എന്നാൽ അതിന് കുറച്ച് പോരായ്മകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡയറക്ടർ ഡെബ്യൂ ഡയറക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളും പിന്നെ കുറേ സീനുകളിലുള്ള തമാശകൾ ഞാൻ മനസ്സറിഞ്ഞ് ചിരിക്കുകയുണ്ടായി. ബാക്കി കുറച്ച് സ്ഥലത്ത് കുറച്ച് ചളിയായിട്ടും തോന്നുകയും ചെയ്തു. അതായത് നമ്മൾ ഈ കേട്ട് പഴകിയ സാധനങ്ങളൊക്കെ വീണ്ടും മിണ്ടടിക്കാന്ന് പറയില്ല, അങ്ങനത്തെ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷേ കുറച്ച് സ്ഥലത്ത് നമ്മൾ മനസ്സറിഞ്ഞിരിക്കുകയെന്ന് പറയില്ല, അതുപോലെയാണ് ചിരിച്ചത്. അങ്ങനെ ഇതായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഈ സിനിമ എനിക്ക് ഭയങ്കര രീതിയിൽ വർക്കായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഒരുമാതിരി എവിടെയാണ് കുറച്ച് സ്ഥലത്തൊക്കെ വലിച്ചിലും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തുള്ളൊരു ഇതും അങ്ങനെ മൊത്തത്തിൽ പറയാം. പിന്നെ ആക്ടിങ് വൈസ് പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, പിന്നെ നമ്മുടെ ചെമ്പൻ വിനോദിനെയൊക്കെ അഞ്ചക്കളക്കൊക്കെ ശേഷം ഇപ്പോഴാണ് ആളൊന്ന് നല്ലൊരു കിടിലൻ റോളിൽ കാണുന്നത് തന്നെ. പിന്നെ എടുത്തു പറയേണ്ട കുറേ അഭിനയം ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ കിടിലനായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് പൈസയുടെ ഇതല്ല, ഒരു കുറവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഇതാണ്. അതായത് അത്രയ്ക്കും മിനിമലായിട്ടുള്ള ഇപ്പോൾ ഷാപ്പിൽ നടക്കുന്നത്, അതിൽ നമുക്ക് സംശയിക്കാവുന്ന ഒരാൾ, ആകെ സംശയം തോന്നുന്ന കുറച്ച് പേര്, അവരെ വെച്ച് തന്നെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോറി ആകെ നമുക്ക് സംശയിക്കാനൊരു 8 പേരുള്ളൂ. ആ 8 പേരിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്ന ആൾ തന്നെ ഇതായി വരും. പിന്നെ ഞാൻ അധികം എടുത്ത് പറഞ്ഞ സ്പോയിലറാവും, അതാണ് ഞാൻ അധികം എടുത്തെടുത്ത് പറയാത്തത്. സോ ഒരു തവണ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കണ്ടുകൊണ്ട് ഒരു രീതിയിലുള്ള നഷ്ടം. പിന്നെ ഈ സിനിമ OTT വരികയാണെങ്കിൽ ഇതിനും മോശമായിരിക്കും. കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള സാധനമാണിത്. സീരിയസ്ലി തിയേറ്ററിൽ ഇരുന്ന് കണ്ട. പിന്നെ മ്യൂസിക് നമുക്ക് വിഷ്ണു വിജയാണ് ചെയ്തിരിക്കുന്നത്. കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, അത് എടുത്ത് പറയണേ വേണം. എന്തൊക്കെ പറയാം, അതാണ് പറഞ്ഞത്, ടെക്നിക്കൽ സൈഡ് ടോപ്പ് നോച്ചാണ് പടം. അപ്പോൾ തിയേറ്ററിൽ നിന്നാണ്ട് നമുക്ക് യാതൊരു നഷ്ടമൊന്നും തോന്നുന്നില്ല. പിന്നെ കുറേ സ്ഥലത്ത് നമുക്ക് തൃശ്ശൂരുകാർക്ക്, നമ്മൾ ഗഡികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ശരിക്കുള്ളൊരു ഷാപ്പ് തന്നെയാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പക്ഷേ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ശരിക്കുള്ള പ്രാവിൻകൂട് ഷാപ്പല്ല, ഇത് വേറെ സെറ്റിട്ട് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ അപ്പോൾ സിനിമ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. പിന്നെ ഒരു ബൈക്ക് ചേസിങ്, അപ്പോൾ പറഞ്ഞ സ്പോയിലറാവും, അതാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടുവെന്ന് വെച്ച് യാതൊരു വിധ നഷ്ടം ഉണ്ടാവില്ല. രേഖാചിത്രത്തിനേനും എന്ന് സ്വന്തം പുണ്യാളിനേനൊക്കെ ഈ വർഷം കണ്ടതിലിപ്പോൾ മികച്ചതായിട്ട് നിൽക്കുന്നത് ശരിക്കും പ്രാവിൻകൂട് ഷാപ്പാണ്. പക്ഷേ ഈ വർഷവും നല്ല നല്ല സിനിമകൾ ഇനി ഇറങ്ങാനുണ്ട്. സോ അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എന്തായാലും ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 4 ഞാൻ കൊടുക്കും. 4.3 കൊടുക്കുക, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു സിനിമ തന്നെയാണ്. നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല, ചിരിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമ എന്ന് പറയുമ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസ് ആയിരിക്കണം. അതിൻ്റെ ഏതെങ്കിലുമൊക്കെ സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ അൺടിൽ ദെൻ ദിസ് ഇസ് ധ്യാൻ ദേവിച്ച് സൈനിങ് ഓഫ്. ബൈ.